ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 6 വീഡിയോ ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ഇൻ്റർനെറ്റ് കണക്ഷനെക്കുറിച്ചും മനസ്സിലാക്കുകയും ഇൻ്റർനെറ്റ് യൂസേജിലേക്ക് ഒന്ന് പ്രവേശിക്കുകയും ചെയ്തു. അനന്ത സാധ്യതകളുടെ ഒരു ലോകമാണ് ഇൻ്റർനെറ്റ്. അതുപോലെ തന്നെ ധാരാളം തിന്മകളും ചതിക്കുഴികളും നിറഞ്ഞ ഒരു ലോകവുമാണത്. എന്നാൽ തിന്മകളെ തള്ളാനും ചതിക്കുഴിയിൽ വീണു പോകാതിരിക്കാനും സാധിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണിത്. കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും അത്തരത്തിലുള്ള ഉപകരണങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. ഈ ഉപകരണങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനായി, അതായത് ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ, റേഡിയോ വേവ്സ് എന്നിവയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്ഫറിനായി കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം കേബിളിൽ വൈദ്യുത തരംഗങ്ങൾ അഥവാ ഇലക്ട്രിക് വേവ്സും, ഫൈബർ ഒപ്റ്റിക് കേബിളിൽ ഇൻഫ്രാറെഡ് പോലുള്ള ലൈറ്റ് വേവ്സ് അഥവാ പ്രകാശ തരംഗങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന വൈഫൈ, ബ്ലൂടൂത്ത് എന്നിവയൊക്കെ റേഡിയോ വേവ്സ് ഉപയോഗിച്ചാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വിദൂര രാജ്യങ്ങളും കോണ്ടിനെൻറ്റുകളും തമ്മിൽ ഇത്തരത്തിൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഏറിയ പങ്കും സമുദ്രത്തിനടിയിലൂടെയുള്ള ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴിയാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വഴിയും ഡേറ്റ ട്രാൻസ്ഫർ നടക്കാറുണ്ട്. അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ കേബിളിൻ്റെ ഉപയോഗം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഹൈ ഡേറ്റ സ്പീഡ്, ലോങ് ഡിസ്റ്റൻസ് കവറേജ്, അതുപോലെ പെട്ടെന്ന് ഡാമേജ് ആകില്ല എന്നിങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇതിന് കാരണം. ഇനി ഇൻ്റർനെറ്റ് വഴി www എന്ന ഷോർട്ട് ഫോമുള്ള വേൾഡ് വൈഡ് വെബിലെ എണ്ണിയാലൊടുങ്ങാത്ത വെബ് പേജുകളിൽ നിന്നും നമുക്കാവശ്യമുള്ളവ സെർച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ പോലെ തന്നെ യാഹൂ, ബിങ് എന്നിങ്ങനെയുള്ള സെർച്ച് എഞ്ചിനുകൾ നമുക്ക് യൂസ് ചെയ്യാം. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് തന്നെയാണ്. നമുക്കാവശ്യമായ വിവരങ്ങൾ കൃത്യമായും വളരെ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിവുള്ള നല്ല കാര്യക്ഷമമായ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം, സ്പെല്ലിങ്, പ്രൊനൗൺസിയേഷൻ, സ്ഥലങ്ങളുടെ പിൻകോഡ്, കുട്ടികൾക്ക് സ്കൂൾ അസൈൻമെൻറ്റുകൾക്ക് ആവശ്യമായ പിക്ചേഴ്സും മറ്റു കാര്യങ്ങളും എന്നിവയൊക്കെ ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. ഇവയെ കൂടാതെ ഇൻ്റർനെറ്റ് വഴി ധാരാളം വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും അവയുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. വീട്ടുകരം, വസ്തുവിൻ്റെ കരം എന്നിവയൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം പേ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഡിസ്ട്രിക്റ്റ് വെബ്സൈറ്റിലൂടെ ഇൻകം സർട്ടിഫിക്കറ്റിനും മറ്റും അപ്ലൈ ചെയ്യാവുന്നതാണ്. പാസ്പോർട്ട് ഇന്ത്യ വെബ്സൈറ്റിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കാം. ഇങ്ങനെ ധാരാളം സേവനങ്ങൾ ഇൻ്റർനെറ്റ് വഴി ലഭ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെയിലിംഗ്. അതിനായി ജിമെയിൽ, യാഹൂ മെയിൽ, റെഡിഫ് മെയിൽ എന്നിവയൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ ജിമെയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു യൂസർ നെയിം, അതായത് നമുക്കിഷ്ടമുള്ള ഒരു മെയിൽ ഐ ഡി തയ്യാറാക്കി വയ്ക്കണം. കീബോർഡിലുള്ള ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം. അടുത്തതായി കുറഞ്ഞത് 8 ക്യാരക്ടേഴ്സ് എങ്കിലുമുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് തയ്യാറാക്കുക. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്, സിംബൽസ് എന്നിവയൊക്കെ ഇതിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു മെയിൽ ഐ ഡിയും നമുക്ക് ലഭിക്കും. ഗൂഗിൾ ക്രോം അല്ലാതെ മറ്റേതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചാണ് ഇൻ്റർനെറ്റിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഇതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫയർഫോക്സ് എന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണുന്ന സെർച്ച് ബോക്സിൽ കീബോർഡ് ഉപയോഗിച്ച് ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കാണുന്ന മെനുവിൽ നിന്നും ജിമെയിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കാണുന്ന ഈ വിൻഡോയിൽ നിന്നും ജിമെയിൽ ഗൂഗിൾ സെലക്ട് ചെയ്യുക. പിന്നീട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഡോട്ട്സ് സെലക്ട് ചെയ്യുക. പിന്നീട് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വേറെ മെത്തേഡ്, ജിമെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് താഴെ കാണുന്ന അത് ഒന്ന് സെലക്ട് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന ഈ വിൻഡോയിൽ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. ലാസ്റ്റ് നെയിം നിർബന്ധമല്ല. ഇവിടെ ഞാനിപ്പോൾ സാമ്പിൾ അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണ്, സാമ്പിൾ പേർപ്പസ് ആയതുകൊണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ അവരവരുടെ നെയിം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് നെയിമായിട്ട് വരുന്നത്. പിന്നീട് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കൊടുക്കാം. മന്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ ഡേ, അതിനായിട്ട് മൗസ് പോയിൻ്റർ അവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ ജെൻഡർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. @gmail.com അവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് അത് ടൈപ്പ് ചെയ്യേണ്ട. പിന്നീട് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാസ്വേഡ് കണ്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഷോ പാസ്വേഡ് എന്നുള്ള ചെക്ക് ബോക്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ രണ്ടാമത്തെ ബോക്സിൽ പാസ്വേഡ് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റാതെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നീട് നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം. നമ്മുടെ ഫോണിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇപ്പോൾ വരുന്നതായിരിക്കും. ഇനി അടുത്ത വിൻഡോയിൽ അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫോണിൽ ഇപ്പോൾ വന്ന ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ റിക്കവറി മെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും ദുരുപയോഗം വല്ലതും നടക്കുകയോ അല്ലെങ്കിൽ ലോക്കായി പോവുകയോ ചെയ്താൽ ഗൂഗിൾ നമുക്ക് ഇൻഫർമേഷൻ തരും. അതിനായിട്ടാണ് അതവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളത് കൊടുക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാം. ഇവിടെ സാമ്പിൾ പർപ്പസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ. റിവ്യൂവിന് വേണ്ടി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ബാക്ക് ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുറകിലുള്ള വിൻഡോയിൽ പോയി അത് തിരുത്തി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അത് നോക്കിയിട്ട് നമുക്ക് ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നമുക്ക് ഓക്കെ കൊടുത്തത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഗ്രീൻ റൗണ്ടിൽ എസ് എന്ന് കാണുന്നതാണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. മുകളിൽ ഓറഞ്ച് റൗണ്ടിൽ എ എന്ന് കാണുന്നത് ഈ സിസ്റ്റത്തിൽ പോസ് ചെയ്തിരിക്കുന്ന മറ്റൊരു മെയിലിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ്. നമ്മുടെ അക്കൗണ്ട് നെയിമിൻ്റെ, അതായത് നമ്മുടെ പേരിൻ്റെ തന്നെ ആദ്യത്തെ ലെറ്ററാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ എ എന്നും എസ് എന്നും ഒക്കെ കാണുന്നത് നമ്മൾ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാനായി ഇവിടെ എസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് പ്രൊഫൈൽ പിക്ചർ അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രം കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും പിക്ചേഴ്സ് നമ്മുടെ പ്രൊഫൈൽ പിക്ചറായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മറ്റൊരാൾക്ക് മെയിൽ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കമ്പോസ് എന്നുള്ള ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആകും. അതിനുശേഷം കാണുന്ന ഈ ബ്ലൂ ബോക്സ് ഡിസ്മിസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. ഇവിടെ മുകളിൽ 2 എന്നുള്ള ഭാഗത്ത് റെസിപ്പിയൻറ്റിൻ്റെ മെയിൽ ഐ ഡി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഈ ഒരു മെയിലിനെ കുറിച്ച് ഒരു ചെറിയ 1-2 വേർഡ്സിൽ സബ്ജക്റ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ ബോഡി ഓഫ് ദ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മൈനസ് മാർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ വിൻഡോ മിനിമൈസ് ചെയ്യാം. പിന്നീട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിൻഡോ മാക്സിമൈസ് ചെയ്യാം പഴയ രീതിയിൽ. ഇനി ഈ ഡബിൾ സൈഡഡ് ആരോ ആ ഒരു മാർക്ക് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ വിൻഡോ അല്പം കൂടി ഇതേപോലെ വലുതാക്കാം.
ഇനി ആ സെയിം ആരോയിലൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പഴയ സൈസിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു മെയിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് സേവ് ആകുകയും ചെയ്യും. അതിവിടെ ഡ്രാഫ്റ്റ്സിലായിരിക്കും സേവായി കിടക്കുന്നത്. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മെയിലിൻ്റെ കോപ്പി മറ്റാർക്കെങ്കിലും അയക്കണമെങ്കിൽ CC എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ആ ആളുടെ മെയിൽ ID നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയൻറ്റോ അല്ലെങ്കിൽ CC ലഭിച്ചയാളോ അറിയാതെ മറ്റൊരാൾക്ക് ഈ മെയിൽ അയച്ചു കൊടുക്കാനായി നമുക്ക് BCC എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ഈ ഒരു മെയിലിൽ ഫയൽസോ ഡോക്യുമെൻറ്റ്സോ അറ്റാച്ച് ചെയ്യാനായി ഈ ഒരു മാർക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിനുള്ള വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെയിൽ ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ് അയക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫയൽസും മറ്റും അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നീട് ഈ മെയിലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.